ഹായ് നമസ്കാരം ഷെജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു 16 വയസ്സുകാരൻ്റെ വീട്ടിലാണ്. അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെയ്യുന്ന പലതരത്തിലുള്ള കൃഷികളെക്കുറിച്ചാണ്. അതായത് ആട്, അതുപോലെ താറാവ്, നാടൻ കോഴികൾ, കരിങ്കോഴി, അതുപോലെ പലതരത്തിലുള്ള കൃഷികൾ ഈ വിദ്യാർത്ഥി സ്വന്തം വീടിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ 16 വയസ്സുകാരൻ. ഇദ്ദേഹം ഒരു +1 വിദ്യാർത്ഥിയാണ്. കൃഷിയോടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പഠിക്കുന്നതും VHSC അഗ്രികൾച്ചറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ആരോൺ എന്നാണ്. അപ്പോൾ ആരോണിൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള കൃഷികൾ ഇവർ വീട്ടിൽ ചെയ്യുന്നത്. വീട്ടുകാരുടെ മാതാപിതാക്കളുടെ എല്ലാം സപ്പോർട്ടുണ്ട്. എന്നാൽ പോലും ആരോണിൻ്റെ താല്പര്യം കൊണ്ടാണ് ഈ ആട് കൃഷിയും അതുപോലെ ഈ താറാവ് ഇതുപോലെ എല്ലാ കൃഷികളും നടത്തുന്നത്. എങ്ങനെയാണ് ഇതിനോടൊക്കെ താല്പര്യം തുടങ്ങിയത്? ചെറുപ്പം തൊട്ട് താല്പര്യം ഇഷ്ടമായിരുന്നു എല്ലാത്തിനും, ഈ പക്ഷികളെ ഈ മൃഗങ്ങളൊക്കെ എല്ലാം. പിന്നെ നമുക്ക് എത്ര നാളായി കാണും ഇപ്പോൾ ഈ നമ്മൾ തുടങ്ങി? ഒരു 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടും നമുക്ക്? സമയം ലോക്ക്ഡൗൺ സമയത്താണ് മെയിനായിട്ട് ഈ ഫാം എന്ന രീതിയിൽ ഇറങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 10ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അല്ലേ? ഇപ്പോൾ +1 അല്ലേ? അപ്പോൾ ലോക്ക്ഡൗൺ വന്ന് നമുക്ക് ഈ പരിപാടി തുടങ്ങാനുള്ള ഒരു സൗകര്യം. എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോൾ ആടുണ്ട്, ആട് കൃഷിയുണ്ട്, പിന്നെ താറാവ്, നാടൻ കോഴി. ഈ താറാവ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ താറാവും ഉണ്ട്, ബ്രോയിലർ താറാവും ഉണ്ട്, പിന്നെ തനി നാടൻ പോരുകോഴി, അങ്ങനെ എല്ലാ സംഭവം. പിന്നെ ഗപ്പിയുണ്ട്, മീൻ കൃഷിയുണ്ട്. ഗപ്പി പല ടൈപ്പ് ഉണ്ട്. എത്ര ഐറ്റം ഉണ്ടാവും? ഒരു 5-6 ഐറ്റം ഉണ്ട്. എങ്ങനെയാ ബാക്കിയുള്ള വീട്ടിലുള്ളവരുടെ അതിന്റെ സപ്പോർട്ട് എങ്ങനെയാ? ചേട്ടായും പപ്പയും അമ്മയും ചേച്ചി എല്ലാവരും സപ്പോർട്ടാണ്. അത് ചെയ്യുന്നതിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യാനൊരു ഇതും കൂടെ പറ്റുന്നത്. തന്നെ പറ്റത്തില്ല. ക്ലാസ്സൊക്കെ ഉള്ളപ്പം ഇതിനെ നോക്കാനും ഇതിനൊക്കെ ആയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ആരോണിൻ്റെ ആട്ടുംകൂട്. നല്ല രീതിയിൽ ആട് കൃഷി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ആരോൺ. ഇദ്ദേഹം ഇവിടെയുണ്ട്. നമുക്ക് ആരോണിനോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. നമുക്കിപ്പോൾ നിലവിൽ എത്ര ആടാണ് ഉള്ളത്? നമുക്കിപ്പം നിലവിൽ 10 ആടുണ്ട്. നമ്മളിത് ഓരോ മാസം കൂടുന്തോറും നമ്മൾ ഇതിനെ വിറ്റിട്ട് അടുത്ത 10 ചെനയുള്ള ആടിനെ വാങ്ങിച്ച് അതിന്റെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മളതിനെ കൊടുക്കും. അങ്ങനെയാണ്. അതായത് നമ്മളിപ്പം സ്ഥിരമായിട്ട് ഇതിനെ നിർത്തത്തില്ല. ഇത് ഒരു കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനെ കൊടുത്തിട്ട് വീണ്ടും പുതിയത് മേടിക്കും. ആ രീതിയിൽ നമ്മൾ ചെനയുള്ള ആടിനെ വാങ്ങും. അപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളത് ആടുകൾ? തനി നാടനുണ്ട്, പിന്നെ മലബാറി മെയിൻ ആയിട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇത് ഏതായിരുന്നു ഈ കാണുന്ന ആട്? ഇത് മലബാറി ആടാണ്. ഇത് മലബാറി അല്ലേ? അപ്പൊ ഇതോ നമ്മുടെ ഇത് നാടനാട്. അപ്പൊ നമുക്ക് ഏതാ ആരോണ ലാഭം? നമുക്ക് ഏതേനോ ലാഭമുള്ളത്? മലബാറിയാണ് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. മറ്റേ നാടനാണെങ്കിൽ എന്താ പ്രശ്നം? നാടന് നമ്മള് 1-2 കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. മലബാറി ആണെങ്കിൽ നമുക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടും. എങ്ങനെയാ ഇതിന്റെ പാൽ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? ഏതിനാ കൂടുതൽ പാല് കിട്ടുന്നത്? മലബാറി ഇനത്തിനാണ് കൂടുതൽ പാലും. എത്ര പാൽ കിട്ടും ഒരു ദിവസം? ഒരു ദിവസം 2 ലിറ്റർ അടുത്ത് പാല് നമുക്ക് കിട്ടാറുണ്ട്. മലബാറി ആണെങ്കിൽ നമുക്ക് കിട്ടും അല്ലേ? നാടനാണെങ്കിൽ പാല് കുറയും അല്ലേ? ആരോണ എങ്ങനെയാ നമ്മൾ ഇതിന്റെ ക്രോസിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇത് കുഞ്ഞുണ്ടായ 6 മാസം കഴിയുമ്പോഴത്തേനും ഇത് മതിലക്ഷണം കാണിക്കും. നമ്മള് നല്ല ഇനം മുട്ടന്മാരെ വെച്ച് അപ്പൊ 6 മാസം പ്രായം മതി ക്രോസ് ചെയ്യാനായിട്ട്. പിന്നെ 5 മാസം കഴിയുമ്പോഴത്തേനും കുഞ്ഞായി നമുക്കത് ഒരു കുഞ്ഞിനെ കിട്ടും അല്ലേ? 3 കുഞ്ഞുങ്ങളെ അടുത്ത് കിട്ടും. മലബാറി ആണെങ്കിൽ 3 കുഞ്ഞുങ്ങൾ, നാടൻ 1-2 കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെയാ ഇതിന്റെ തീറ്റയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീറ്റ നമ്മൾ രാവിലെ പ്ലാവലയും പുല്ലാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ വൈകിട്ട് നമ്മൾ വെള്ളത്തിന്റെ കൂടെ കാലിത്തീറ്റയും തേങ്ങക്കൊപ്പറയും കൂടെ മിക്സ് ചെയ്ത് തേങ്ങാപ്പിണ്ണാക്ക് പിന്നെ കടലപ്പിണ്ണാക്ക് കൊടുക്കും. കടലപ്പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ആ കൂടെ കൊടുക്കും അല്ലേ? അതാ മെയിനായിട്ട്. അപ്പൊ നമ്മള് പുല്ലും പ്ലാവല അപ്പൊ നമുക്ക് വലിയ മുളക്കില്ലാതെ നമ്മുടെ സ്ഥലത്ത് തന്നെ കിട്ടുമല്ലോ, പറമ്പിൽ തന്നെ കിട്ടുമല്ലോ. എങ്ങനെയാ ഈ ഇതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മരുന്ന് നമ്മള് കുഞ്ഞുണ്ടായി നമ്മൾ ആദ്യത്തെ 2 മാസം കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിന് വിരമരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ കാൽസ്യം വിറ്റാമിനും സ്റ്റാർട്ട് ചെയ്ത് വിരമരുന്ന് കൊടുക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെതായ കാൽസ്യം വൈറ്റമിൻസ്. കാൽസ്യം നമുക്ക് ആഴ്ചയിലോ അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. സിറിഞ്ചില് ഇത് ആഴ്ചയിൽ ഒരു തവണ. മാസത്തിൽ 1 പ്രാവശ്യം
പിന്നെ നമ്മൾ ക്രോസ് ചെയ്യിച്ച പെണ്ണാടിന് വരമരുന്ന് കൊടുക്കാറില്ല. അത് കുഞ്ഞിന് ദോഷം പിന്നെ പ്രസവം കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞ് നമ്മൾ ആടിന് വിലക്കുള്ള മരുന്ന് പെട്ടാട് വെക്കും. കൂട് നമ്മൾ മറ്റേ കമുക് വെട്ടി പീസ് ആക്കിയിട്ട് ആണി വെച്ച് അടിച്ച് അടിച്ചു കൊടുക്കും. നനയാൻ പാടില്ല, നീറ്റായിട്ട് കിടക്കണം. അതിന്റെ വേസ്റ്റ് എല്ലാം താഴത്തേക്ക് പോകുന്ന ഇത് ചെയ്താണ് പ്ലാറ്റ്ഫോം പോലെ ആട് നിർത്തുന്നത്. അതിന്റെ വേസ്റ്റും മൂത്രവും എല്ലാം താഴത്തേക്ക് പോകും നീറ്റായിട്ട്. വലിയ ചെലവ് വരുന്നില്ല. പിന്നെ ആടിന് അതിന്റെ അസുഖങ്ങളും അങ്ങനെ കുറഞ്ഞു വരത്തില്ല തട്ടിന്റെ മേളിൽ നോക്കുമ്പോൾ. ഇൻഷുറൻസ് നമ്മൾ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് ആടിന് ഗവൺമെന്റ് മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആടിന് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്. ആടിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമൊന്നും വരത്തില്ല. എടുക്കുന്നതാണ്. നമുക്ക് ഈ ആട് കൃഷിയിൽ നിന്ന് എങ്ങനെയാ വരുമാനം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്? ആട് കൃഷിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇത് 6 മാസം കൂടുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. ഒരു 20-25 കുഞ്ഞുങ്ങളടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 6 മാസം കൊണ്ട് കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞിന് നമ്മൾ 7 മാസമായ കുഞ്ഞിന് നമ്മൾ ഒരു 7,000-8,000 രൂപ വെച്ച് നല്ല ഇനം ആടുകളാണെങ്കിൽ കിട്ടുന്നുണ്ട്. ഈ 20 കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞിന് ഒരു 8,000 രൂപ വെച്ച് കൂട്ടാം. മാസത്തിൽ നമുക്ക് ഏകദേശം ഒരു 25,000 രൂപ ആട് കൃഷിയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മണിയായിട്ടും പോക്കറ്റ് മണി എന്നല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു പൈസ ഈ ആട് കൃഷിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. മറ്റുള്ള കൃഷി ഉണ്ടല്ലോ, നമുക്ക് ഈ ഗപ്പി മീനുകളും അതുപോലെ കോഴി, അതെല്ലാം നമുക്ക് വേറെ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള തോക്കുപാറ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആരോണിൻ്റെ വീട്. അപ്പോൾ ആരോണിനെയും അവരുടെ ഫാമിലിയൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. അവർ നല്ല രീതിയിൽ അത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആട് കൃഷി കൂടാതെ പിന്നെ ആരോണിന് ഉള്ളത് കോഴികളും, അതായത് നാടൻ കോഴി, അതുപോലെ താറാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി കൃഷി നമുക്ക് കോഴിയും താറാവൊക്കെ ഉണ്ട്. നമുക്ക് കുറെ സംഭവം കരിങ്കോഴി, ടർക്കി കോഴി, ഗൂസ് എല്ലാം ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കരിങ്കോഴി നമുക്കുണ്ടായിരുന്നു, കരിങ്കോഴി ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് എത്രയുണ്ടോ? ഒരുപാടുണ്ടായിരുന്നു കരിങ്കോഴി, ഗൂസും വാത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ ഒഴിവാക്കിയത് അത് നമുക്ക് ലോക്ക്ഡൌൺ സമയത്ത് ഇതിനെ തീറ്റ കിട്ടാതെ അപ്പൊ നമുക്ക് പാടായി. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ ഒഴിവാക്കിയായിരുന്നു. ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് നാടൻ കോഴി, തനി നാടൻ കോഴി. പിന്നെ താറാവുണ്ടല്ലേ? താറാവുണ്ട്, വാത്ത, വിഗോവ. ഇത് ആരോണ, ഇത് ശരിക്കും നാടൻ കോഴിയല്ലേ? ഇത് നാടൻ കോഴി. കുഞ്ഞിന്റെ വിലയൊക്കെ എങ്ങനെയാ വരുന്നത്? കുഞ്ഞിന് ഡേ ഓൾഡ് പ്രായമായ കുഞ്ഞിന് ഡേ ഓൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഡേ ഓൾഡ് എന്ന് പറയുമ്പോൾ വിരിഞ്ഞ് ഒറ്റ ദിവസം പ്രായമായ കുഞ്ഞിന് നമ്മൾ 60 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതായത് ഒരു ഒറ്റ ദിവസം പ്രായമുള്ള കുഞ്ഞിനല്ലേ 60 രൂപ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ആരോൺ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ വലിയ പൂവനൊക്കെ ഇതിനൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു എത്ര രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റും? നമ്മളൊരു 800-1000 രൂപ അടുത്ത് ആ റേറ്റ് ഉണ്ടല്ലേ? ആ വില നമുക്ക് കിട്ടും. നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ഇതിന് മുമ്പ് കൊടുത്തൊക്കെ? പിന്നെ പിടക്കോഴിയൊക്കെ ആണെങ്കിലോ? പിടക്കോഴിയാണെങ്കിൽ നമ്മൾ മുട്ടയിട്ട് അടയിരിക്കാറായതിനൊക്കെ നമ്മൾ 850 ഒക്കെ റേഞ്ചിലാണ്. ആ റേഞ്ചിൽ വില കിട്ടുന്നുണ്ടല്ലേ? നമ്മളപ്പോ എങ്ങനെയാ ഇതിന്റെ മുട്ട വിരിയിക്കുന്നതൊക്കെ? ഇതിന്റെ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിലാണ് വിരിയിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടല്ലേ? ഇൻക്യുബേറ്റർ ഉണ്ട്. താറാവിന്റെയും കോഴിയുടെയും കളകത്തിന്റെ ഒക്കെ മുട്ട ഇൻക്യുബേറ്ററിലാണ് വിരിയിപ്പിക്കുന്നത്. കോഴിക്ക് 21 ദിവസം, താറാവിന് 26, ടർക്കിക്ക് 28 ദിവസം വേണം വിരിയിപ്പിച്ച്. അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് വിരിയിപ്പിച്ച്. പിന്നെ ഇത് ഇൻക്യുബേറ്ററിൽ നമ്മൾ കുഞ്ഞു വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബ്രൂഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളെ ചൂട് കിട്ടുന്നു. അന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് ചൂടൊക്കെ കൊടുത്ത് ആദ്യം നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. ബ്രൂഡറിൽ എത്ര ദിവസം വെക്കേണ്ടി വരും? ബ്രൂഡറിൽ 10-20 ദിവസം അത്യാവശ്യം ഒരു രോമം വരുന്നോടെ തന്നെ ബ്രൂഡർ കൊടുത്താൽ മതി. നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ ഉണ്ടല്ലോ, അതിന് എങ്ങനെ വില വരുന്നത്? അതിന് കിലോ 50 രൂപ വെച്ചാണ്. പല സമയത്ത് പല റേറ്റ് ആണ്. സാധാരണ ഒരു വില ഒരു 50 രൂപ. അപ്പൊ ഈ കോഴി വലുതാവുന്നതനുസരിച്ച് തീറ്റ മാറ്റി കൊടുക്കണം. നമ്മള് കോഴി വലിയ കോഴിക്ക് നമ്മൾ ഗോതമ്പാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേനും കൊടുക്കുന്നത്. പിന്നെ വീട്ടില് നമുക്ക് ബാക്കി വരുന്ന ചോറും സംഭവങ്ങൾ, ഫുഡ് വേസ്റ്റ് സംഭവം വേസ്റ്റ് ഒഴിവാകുകയും ചെയ്യും. കോഴിക്ക് അതുങ്ങൾക്ക് ഫുഡ്.
അപ്പോൾ ഇത് കൂടാതെ ഇവിടെയുള്ളത് പിന്നെ കുറച്ച് ടർക്കി അതുപോലെ മറ്റ് പല ഇനത്തിൽപ്പെട്ട കുറച്ച് താറാവുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? വേറെ ഇവിടെ ഫ്ലൈൻ ഡക്ക് ഉണ്ട്, ടർക്കി ഉണ്ട്, പിന്നെ വിഗോവൻ. അത് ഈ ഭാഗത്തുണ്ടല്ലേ? നമ്മൾ അപ്പുറത്ത് കണ്ട ആ കൂട്ടി കണ്ട അതിന്റെ കുറെ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. നമ്മൾ എങ്ങനെയാ ഈ ടർക്കിക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതാണ് സ്റ്റാർട്ടറാണ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് 60 ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഗോതമ്പ്, അന്നേരം വലിയ ടർക്കിക്ക് ഗോതമ്പ് ചോറൊക്കെ കൊടുക്കും. നമ്മുടെ ഫുഡിന്റെ വേസ്റ്റ് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ പുല്ലാണ്. ഇത് പുല്ല് ഒത്തിരി തന്നെ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇത് വേണ്ട തീറ്റ ചെലവ് ഒത്തിരി നമുക്ക് ടർക്കിയിൽ ചെലവ് കുറയും. പിന്നെ ടർക്കിക്ക് അധികം ഫുഡൊന്നും വേണ്ട. നമ്മൾ കോഴികളെ താറാവിനെയൊക്കെ സംബന്ധിച്ച് അധികം ഫുഡ് കുറവ് മതി. പിന്നെ ഇതിന് കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രൂഡറിലൊക്കെ പുല്ലരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളും കഴിച്ചോളും. പിന്നെ ഇതിനെ ഇൻക്യുബേറ്റർ തന്നെയാണല്ലോ? ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിക്കുന്നത്. പിന്നെ ഇതിന് എന്തെങ്കിലും രോഗങ്ങൾ വരുമോ? രോഗങ്ങൾ ഇതിന്റെ കണ്ണിന് ചെറിയൊരു അസുഖമുണ്ട്. അത് നമ്മൾ അത്യാവശ്യം നാട്ടുമരുന്നും മഞ്ഞളും ആര്യവേപ്പിലയും നാട്ടുമരുന്ന് ഇല്ല. എങ്ങനെയാ എന്ത് വിലക്കാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് കേടുമാറി അത്യാവശ്യം കേടുമാറും എന്ന് പറയുമ്പോൾ 2 മാസമൊക്കെ പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് 450 വിലക്കാണ് കൊടുക്കുന്നത്. ആൾക്കാർ ഇഷ്ടം വാങ്ങാറുണ്ട്. ഇറച്ചിക്കാണെങ്കിൽ 450 കിലോ. ഇതിന്റെ ഇറച്ചി കൊളസ്ട്രോൾ ഫ്രീ ആണ്. പിന്നെ ഇത് അതുകൊണ്ട് ഡിമാൻഡ് കൂടുതലുണ്ട്. പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ സമയങ്ങളിലാണ് ഇതിന്റെ ഇറച്ചിക്ക് കൂടുതൽ റിസോർട്ടുകളിലേക്കൊക്കെയാണ് ആവശ്യം. മുട്ടയ്ക്ക് 30 രൂപയാണ്. 30 രൂപ. ഇവിടെ പിന്നെ ഫ്ലൈൻ ഡക്ക് ഉണ്ട്. ഫ്ലൈൻ ഡക്ക് എന്ന് പറഞ്ഞാൽ 35 ദിവസമാണ് ഫ്ലൈൻ ഡക്കിന്റെ വിരിയാനുള്ള ദിവസം. പിന്നെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം. പിന്നെ ഫ്ലൈൻ ഡക്ക് അടയിരിക്കും. മറ്റു താറാവുകളെ അപേക്ഷിച്ച് അടയിരിക്കും. ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിക്കും. ഫ്ലൈൻ ഡക്കിന് അടയിരുത്തിയാലും വിരിയിപ്പിക്കും. ഫ്ലൈൻ ഡക്കിന്റെ കുഞ്ഞിനാണെങ്കിൽ ജോഡി 1250 രൂപ. ഒരു വലുതാണെങ്കിൽ ഒരു മുട്ട ഇടാറൊക്കെ പ്രായമായതാണെങ്കിൽ ഒരു 1500 1600 കിട്ടുന്നുണ്ട്. ആളുണ്ട്. അപ്പോൾ ആരോന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ മൂന്നാർ ഗവൺമെന്റ് സ്കൂളിൽ VHSC അഗ്രികൾച്ചർ ആണ് പഠിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം അഗ്രികൾച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോഴ്സ് എടുക്കാൻ പറ്റി. നന്നായി. നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് അറിയാമോ? ടീച്ചർമാർക്ക് അറിയാം. ടീച്ചേഴ്സിനും കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം ഉണ്ടെന്ന് അറിയാം. അപ്പൊ എങ്ങനെ അവരുടെ ഒരു പ്രതികരണം? ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമാണ്. നല്ല സപ്പോർട്ട് പ്രോത്സാഹനം തരുന്നുണ്ട്. ഇതിന്റെ സെയിലുണ്ടല്ലോ? സെയിലുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. അത് നമ്മൾ ആവശ്യക്കാർക്ക് ഗിനി കോഴിയോ ടർക്കി കോഴിയോ ആടോ നാടൻ കോഴി കരിങ്കോഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് ന്യായമായ വിലയിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അടുത്ത മാസത്തെ നമുക്ക് ഫാമിലേക്ക് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. പുതിയ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം ആവശ്യക്കാർക്ക് നമ്മൾ സാധനത്തിന് ഇത് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കോൺടാക്ട് അങ്ങനെയാണെങ്കിൽ ആരോന്റെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം, വീഡിയോ തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും ന്യായമായ വിലയ്ക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ടർക്കിയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് ഏതാണ്ട് ഒരു 2 മാസം പ്രായമുണ്ട്. ഇതിന് ഇവർ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 450 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇവിടുത്തെ ആരോട് തന്നെ ഉണ്ടാക്കിയ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ബൾബ്, 2 ബൾബ്, ഫാൻ, തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംഭവം? തെർമോസ്റ്റാറ്റ് അതിന്റെ ഹ്യൂമിഡിറ്റി അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ്. അല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇത് കാണല്ലേ, അതിന്റെ ടെമ്പറേച്ചർ ആണ്. 26 കാണിക്കുന്ന ടെമ്പറേച്ചർ. അത് ശരിക്കും വിരിയാൻ വേണ്ടത് 37.5 ആണ്. നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് 37.5 എന്നുള്ള ടെമ്പറേച്ചർ. ഇതെന്താ സംഭവം എന്ന് പറയാം? ഇത് അഡാപ്റ്റർ തെർമോസ്റ്റാറ്റിൽ നിന്ന് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഉള്ളിലുള്ളത് ഇപ്പൊ 2 ഫാനല്ലേ? 2 ഫാൻ. സെൻസർ ഇത് തെർമോസ്റ്റാറ്റ് സെൻസർ. അപ്പൊ ഇത് മുട്ട വിരിയാനായിട്ട് വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 37.5. അപ്പൊ നമ്മുടെ 37.5 വരുമ്പോ ഇത് ഓഫ് ആവും. ബൾബ് ഓഫ് ആവും. പിന്നെ 37.2 ആവുമ്പോഴത്തേനും പിന്നെ ഓൺ ആവും. വീണ്ടും അപ്പൊ ടെമ്പറേച്ചർ ഇതിൽ കുറയുമ്പോൾ ഈ ബൾബ് ഓൺ ആയിട്ട് വീണ്ടും ആ പഴയ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും. അതാ അതിന്റെ ഒരു സിസ്റ്റം അല്ലേ? അപ്പൊ ഈ 2 ഫാൻ കൊടുത്തേക്കുന്നത് അത് അതിനകത്ത് കറക്റ്റ് ആ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും എത്താനായിട്ട്. എത്ര മുട്ട വെക്കാൻ പറ്റും? ഇതിനകത്ത് ഒരു 80 മുട്ട എടുത്ത് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ മുട്ട വെച്ച് 3 നേരം തിരിക്കണം. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും രാത്രി പൊസിഷൻ മാറ്റി എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ എല്ലാം വേണ്ടി തിരിച്ച് 3 നേരം തിരിച്ചു വെക്കണം. മുഴുവനും വിരിയത്തില്ല. അതിനകത്തൊരു
കോഴി 10 മുട്ടയുണ്ടെങ്കിൽ എത്ര 10 മുട്ടയുണ്ടെങ്കിൽ 8-7 മുട്ടയൊക്കെ വിരിയുള്ളൂ. ബാക്കി 3 നമുക്ക് വേസ്റ്റ് ആയി. കോഴി അടയിരിക്കുന്നതിന്റെ അത്രയും ഇതില് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ ആരോണ് +1 അല്ലേ പഠിക്കുന്നത്? +1. അപ്പോൾ വെറും 16 വയസ്സ് മാത്രമാണ് നിലവിലുള്ള പ്രായം. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഒരു മാസം നമുക്ക് ഒരു 65,000-70,000 രൂപ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ ആരോണ് ഇവിടെ കുറച്ച് മീനിൻ്റെ കൃഷിയുണ്ട്. അത് മെയിനായിട്ടുള്ളത് ഗപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് മീൻ കൃഷി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. മെയിനായിട്ട് ഗപ്പീനാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഗപ്പിയായിട്ട് ഈയിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം 4-5 ടൈപ്പ് വെറൈറ്റി ഗപ്പികളും ഉണ്ട്. ഗപ്പിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് കൊതുകിനെ ഇത് ചെയ്യും, കൊതുകിനെ നശിപ്പിക്കല്. പിന്നെ നമുക്ക് വരുമാനം അലങ്കാര മത്സ്യമായിട്ട് പിന്നെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ഇങ്ങോട്ടാണ്. വില നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു 50 തൊട്ട് 150 രൂപ വരെ റേഞ്ച് ഗപ്പിക്കുണ്ട് ഒരു ജോഡിക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ് 50 രൂപ 150 രൂപ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഞാനൊരു 3,000 രൂപയ്ക്ക് ഞാൻ ഗപ്പീനെ കൊടുത്തു. കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 3,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വരുമാനം ഗപ്പി. നമുക്ക് ഈ ഗപ്പി അല്ലാതെ വേറെ ഏത് നമ്മുടെ ഫൈറ്റർ ഉണ്ട് മെയിൻ. ഫൈറ്റർ എങ്ങനെയാ അതിന് നല്ല വില കിട്ടുന്ന? ഫൈറ്റർ 100 മുതൽ 150 രൂപ വരെ റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് ഈ മീനിന്റെ തീറ്റ കൊടുക്കുന്നത്? ഗപ്പിക്ക് നമ്മൾ ഗപ്പി ഫുഡ് പെറ്റ് ഷോപ്പ് ഗപ്പിക്കുള്ള ഫുഡ് ഇതിന് 80 രൂപ പെറ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. മറ്റേ ഈ ഫൈറ്റർ പോലുള്ള ഫൈറ്ററിന് നമ്മള് മൊയിനെ ആർട്ടിമയാണ് ഫുഡായിട്ട് കൊടുക്കുന്നത്. അതിന് ഇല്ല, നമുക്ക് തന്നെ കൾച്ചർ ചെയ്ത് എടുക്കാവുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ടർക്കിയും താറാവിനെയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ ഒരു ഏകദേശം ഒരു മാസം എത്ര രൂപയുടെ ഒരു ഇത് നടക്കും? ടർക്കിക്കും താറാവിനായിട്ട് നമുക്ക് ഒരു മാസം ഒരു 20-25 രൂപ അടുത്ത് നമുക്ക് നടക്കും. നമ്മൾ കുഞ്ഞുങ്ങൾ കാരണം വിരിയിപ്പിച്ച് നമ്മൾ വിൽക്കുന്നുണ്ടല്ലോ. പിന്നെ മുട്ട എക്സ്ട്രാ നമ്മൾ വിൽക്കുന്നുണ്ട്. താറാവിന്റെയും കിട്ടുന്നുണ്ട്. മീനും ഉണ്ട്. അതിന് നമുക്ക് ഒരു മാസം ഒരു 5-6 രൂപയൊക്കെയാണ് പ്രതീക്ഷിക്കാമുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആടും നമ്മുടെ താറാവ് കൃഷി എല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു എന്തായാലും ഒരു 60 രൂപയ്ക്ക് മുകളിൽ 65-70 രൂപ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വെറും ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആരോൺ. അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം കൊണ്ട് ഇപ്പോൾ മാസത്തിൽ ഒരു 65,000-70,000 രൂപ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് അനുകരിക്കാനായിട്ട് പറ്റിയൊരു വ്യക്തിത്വമാണ്. ഇടുക്കി ജില്ലയിലെ തോക്കുപാറ സ്വദേശിയായ കുന്നിരിക്കൽ മാത്യു എന്ന ആളുടെ മകനാണ് ആരോൺ. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കാം. അപ്പോൾ അത്യാവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ആരോണിൻ്റെ വീട്ടിലെ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.